ജയിലിന് പുറത്തേക്കിറങ്ങി. ഇന്നലെ ജയിലിൽ നിന്നിറങ്ങാത്തത് സഹതടവുകാരെ സഹായിക്കാനെന്ന വാദവുമായിട്ടാണ് ബോബി ചെമ്മണ്ണൂർ രംഗത്തെത്തിയിരിക്കുന്നത്. ജാമ്യം കിട്ടിയിട്ടും ജയിൽ മോചിതരാവാൻ കഴിയാത്ത പല സഹതടവുകാരും തന്നോട് പരാതി പറഞ്ഞതും അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നതെന്നുമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ വിശദീകരണം. ഇത് നാടകമല്ലേ എന്ന ചോദ്യത്തിന് എന്തിനെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ മറുപടി. ജാമ്യം അനുവദിച്ചിട്ടും ബോബി ജയിലിൽ നിന്നിറങ്ങാതിരുന്ന വിഷയം ഹൈക്കോടതി സ്വമേധയാ പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്ന വാർത്ത വന്നതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ തിരക്കിട്ട് രേഖകൾ ജയിലിലെത്തിച്ച് ജാമ്യ നടപടികൾ പൂർത്തിയാക്കി. ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നു എന്നുള്ളൂ. വേറെ ഇവിടെ കോടതി ലക്ഷ്യം അല്ലല്ലോ. കടലാസ് ഇവിടെ കിട്ടിയത് നേരം വൈകി, ഇന്നാണ് കിട്ടിയതെന്ന് പറഞ്ഞത്. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഇന്നലെ ഇറങ്ങാതിരുന്നതിന്റെ ന്യായീകരണമായി ഈ ബോബി ചെമ്മണ്ണൂർ ഫാൻസ് തന്നെ പറഞ്ഞ കാര്യമാണ് അദ്ദേഹം കോടതിയിൽ ജാമ്യ വ്യവസ്ഥ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല, അത് മറ്റൊരു പ്രതിഷേധ നീക്കം എന്നത് അവർ തന്നെ പങ്കുവെച്ച കാര്യമാണ്. പക്ഷേ ഇന്ന് പെട്ടെന്ന് ബോബി പുറത്തിറങ്ങിയാണ്. അതിന്റെ കാരണമായത് ഹൈക്കോടതിയുടെ നീക്കം തന്നെയാണ്. ഒരു നാടകം കളിക്കാൻ ശ്രമിച്ചു, ഒടുവിൽ ഹൈക്കോടതി സ്വമേധയാ നടപടിയെടുക്കുന്നു എന്ന് തോന്നിയപ്പോൾ വേഗത്തിൽ പുറത്തു ചാടി, അങ്ങനെ കരുതണോ? സജിത, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം ഈ രീതിയിൽ നിമിഷങ്ങൾ കൊണ്ടാണ്, ഏതാണ്ട് 10 മിനിറ്റിനകം കൊണ്ടൊരു നടപടി പൂർത്തീകരിച്ച്, അതായത് 10 മണിക്ക് കോടതി ഏതെങ്കിലും രീതിയിൽ കേസിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഈ നടപടികൾ പൂർത്തീകരിക്കുക എന്നതിൽ അതിവേഗമായിരുന്നു ഇത്തരം കാര്യങ്ങൾ കടന്നത്. ഇന്നലെ ഈ രീതിയിൽ മറ്റ് സഹതടവുകാർക്ക് വേണ്ടി താൻ നിലകൊള്ളുന്നു എന്നെല്ലാം പ്രഖ്യാപനം നടത്തി എന്നെല്ലാമാണ് ബോബി ചെമ്മണ്ണൂർ ഫാൻസുകാരെല്ലാം തന്നെ പറയുന്നത്. അതിന്റെ ഒരു ആവർത്തനം ഇന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അതിനുവേണ്ടിയാണ് താൻ ഒരു ദിവസം കൂടി ഇവിടെ ചെലവഴിക്കാൻ തീരുമാനിച്ചതെന്നാണ് പറഞ്ഞത്. എന്തായാലും അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്ത് രേഖകൾ തിരിച്ച് കിട്ടിയില്ല, അതുകൊണ്ടും കൂടിയാണ് എന്ന് പറയുന്നു. എന്തായാലും അത് അഭിഭാഷകരടക്കം കാര്യങ്ങൾ നേരത്തെ വിശദീകരിച്ച ആ രീതിയിലാണ്. പക്ഷെ എന്ത് തന്നെയായാലും കോടതി ഇക്കാര്യം, ഹൈക്കോടതി ഇക്കാര്യം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. എന്താണ് നടന്നത്, ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ വിശദീകരണം തന്നെ ഹൈക്കോടതിയിൽ പ്രതിഭാഗം അഭിഭാഷകരോടടക്കം ഇത്തരം കാര്യങ്ങളിൽ ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ്, സ്വമേധയാ കാര്യങ്ങളിലേക്ക് കടന്നുകൊണ്ടാണ് എന്താണ് സംഭവിച്ചതെന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. മാത്രമല്ല ജയിൽ അധികൃതർക്കും ഇത്തരം കാര്യങ്ങളിൽ വിശദീകരണം നൽകേണ്ടി വരും എന്നത് തന്നെയാണ്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്നത് ഇന്നലെ നമ്മൾ ഇവിടെ കാണുന്ന രീതിയിലായിരുന്നില്ല. വലിയ രീതിയിൽ ഇവിടെ ആളുകൾ സംഘടിച്ചിരുന്നു. അത് എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഫാൻസുകാരും മറ്റുമായിരുന്നു. പലരും തന്നെയും അദ്ദേഹത്തിന് അനുകൂലമായി മുദ്രാവാക്യം മുഴക്കുന്ന അന്തരീക്ഷം. അങ്ങനെ ഇറങ്ങുന്നത് രാജകീയമായി തന്നെ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചിരുന്നു. ഒരു മുദ്രാവാക്യം മുഴക്കുന്ന അന്തരീക്ഷത്തിലും എല്ലാം തന്നെ അത്തരം കാര്യങ്ങളെല്ലാം സെറ്റായിരുന്നു. പക്ഷേ പിന്നീട് അത് കുറച്ചുകൂടി അതിൻ്റെ ഒരു കാര്യങ്ങളിലേക്ക് പോകാമെന്ന് മാത്രം തീരുമാനിച്ചിട്ടാണോ എന്നറിയില്ല. എന്തായാലും അത് ഇന്നത്തേക്ക് മാറുന്ന ഒരു അവസ്ഥയാണ് പിന്നീടുണ്ടായത്. അതിന് കാരണമായി ഔദ്യോഗികമായി പറഞ്ഞത്, അഭിഭാഷകർ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇന്നലെ രേഖകൾ ഇവിടെ ആവശ്യ സമയത്തിന് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഈ ട്രാഫിക് ജാം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയും ചെയ്തത്. അതെന്ത് തന്നെ ആയാലും ഇന്നലത്തെ അന്തരീക്ഷം അടക്കമുള്ള സാഹചര്യങ്ങളിൽ ഹൈക്കോടതി കൃത്യമായ ഒരു വിശദീകരണത്തിലേക്ക് അടക്കം തേടുന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് നടന്നത് നിമിഷ വേഗത്തിലായിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ നടന്നത്. ഹൈക്കോടതിയിൽ നിന്ന് അഭിഭാഷകൻ അതുമായി ബന്ധപ്പെട്ട രേഖകൾ എത്തുമ്പോൾ അത് വാങ്ങി അകത്തേക്ക് പോകുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു സ്റ്റാഫ് അതുമായി ബന്ധപ്പെട്ട് ഓടിയാണ് അകത്തേക്ക് ചെല്ലുന്നത്. വളരെ പെട്ടെന്ന് നടപടികൾ പൂർത്തീകരിക്കുക. അവിടെ നിന്ന് അദ്ദേഹവും വളരെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ബോബി ചെമ്മണ്ണൂർ ഇറങ്ങുന്നു. ഇവിടെ നിന്ന് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വന്നു. അപ്പോൾ ഇന്ന് ഉണ്ടായ നീക്കങ്ങൾ ഇന്നലത്തേതിനേക്കാളും അതിനാടകീയം എന്ന് തന്നെ പറയേണ്ടി വരുന്നു. കാരണം നേരത്തെ നമ്മൾ ഇവരുടെ സ്റ്റാഫുകളോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹം ഇറങ്ങും, മറ്റു കാര്യങ്ങളും അഭിഭാഷകരിവിടേക്ക് എത്തണം, രേഖകൾ എത്തണമെന്നുണ്ട്. അതുകൊണ്ട് ഇതിനെല്ലാത്തിനും ഒരു സമയം നിശ്ചയിക്കുകയും അങ്ങനെ ഒരു കൃത്യമായ ഒരു ലാൻഡിംഗ് തന്നെയായിരുന്നു തീരുമാനിക്കുകയും ചെയ്തത്. പക്ഷെ ഹൈക്കോടതി ഇടപെടുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇതിൽ വേഗത്തിലായത്. കാരണം ഹൈക്കോടതിയിൽ ഇതിന് ഉത്തരം പറയേണ്ടി വരിക അദ്ദേഹത്തിന്റെ അഭിഭാഷകർക്ക് തന്നെയായിരിക്കും. ഇന്നലെ ജാമ്യം അനുവദിച്ച പ്രതി സമയമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇന്നത്തേക്ക് അത് മാറ്റി, അദ്ദേഹത്തിന്റെ സൗകര്യം അനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുകയാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിനെല്ലാം തന്നെയും ഈ പ്രതിഭാഗം അഭിഭാഷകർ തന്നെ ഇതിന് കോടതിയിൽ നിന്ന് ഉത്തരം പറയേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന്
ഇപ്പോൾ കേസ് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തത് എന്നതാണ് പ്രാഥമികമായും ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ സൃഷ്ടിച്ച അതിനാടകയിൽ നിന്ന് ഇന്നിപ്പോൾ വളരെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. ഇന്നിപ്പോൾ അധികം ഫാൻസോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അതിന് മുൻപ് തന്നെ ആ ഒരു രംഗത്തിന് മുൻപ് തന്നെയും ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജില്ലാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. സജിത്ത, ഡാനി, ഇപ്പോൾ കോടതിക്ക് മുന്നിലെ സാഹചര്യം എന്താ? ജയിലിന് മുന്നിലെ സാഹചര്യം എന്താണ്? അവിടെ പൂർണ്ണമായും ആളുകളെല്ലാം ഒഴിഞ്ഞോ? ബോബി ചെമ്മണ്ണൂർ എങ്ങോട്ടേക്കാണ് പോകുന്നത്? വീണ്ടും മാധ്യമങ്ങളെ കാണാൻ സാധ്യത? എന്തെങ്കിലും അത്തരം സൂചനകളുണ്ടോ? സജിത, വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇവിടുന്ന് ബോബി ചെമ്മണ്ണൂർ ഇവിടുന്ന് മടങ്ങി. വളരെ കുറച്ച് പേർ മാത്രമാണ്. കാരണം ഇന്നലത്തെ ഒരു അവസ്ഥയിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ന് അങ്ങനെ അധികം പേരെത്തുന്ന സമയമാകുന്നേ ഉള്ളൂ. കാരണം അവരെല്ലാം തീരുമാനിച്ചിരുന്നൊരു സമയം ഉണ്ടായിരിക്കാം. അതനുസരിച്ച് പലരും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഒരു ഉച്ചയോടുകൂടി ഇവിടെ നിന്ന് പുറത്തിറങ്ങും എന്നൊക്കെയായിരുന്നു ആദ്യ സൂചനകൾ. അവരിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ആ ഒരു കാര്യം അതിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പുറത്തിറങ്ങേണ്ടി വന്നു. നിർബന്ധമായിട്ട് തന്നെ പുറത്തിറങ്ങും, അല്ല എങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ തിരിച്ചടിയാകുമെന്നൊരു ബോധ്യം അദ്ദേഹത്തിന്റെ അഭിഭാഷകർ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കാം. അദ്ദേഹത്തിനോട് അടുത്ത ബന്ധങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചിരിക്കാം. എന്തായാലും വളരെ പെട്ടെന്ന് പുറത്തിറങ്ങി. ഇന്നിപ്പോൾ ഇവിടെ നിന്ന് പോയത് എങ്ങോട്ടാണ് എന്ന് സംബന്ധിച്ച വ്യക്തമായ ഒരു സൂചനകളില്ല. കാരണം അത് പറയുന്നില്ല. വളരെ വേഗം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു. മാധ്യമങ്ങളോട് ഇനി സംസാരിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, അത് ജാമ്യ വ്യവസ്ഥകളിൽ അത്തരം നിർദ്ദേശങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലേക്കുള്ള പരാമർശങ്ങൾ, ഇതെല്ലാം തന്നെയും വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇനിയൊരു ഏറ്റുപറച്ചിലോ തുറന്നു പറച്ചിലോ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യങ്ങൾ സംശയമാണ്. ഇപ്പോൾ എവിടേക്കാണ് പോയതെന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന് കൂടെയുള്ളവർ ഇത് സംബന്ധിച്ച് ഒരു വിവരവും തന്നിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. എന്തായാലും ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇന്ന് കേസ് പരിഗണിക്കുന്നതിന് മുൻപ് ജയിലിൽ നിന്ന് ഇറങ്ങുക എന്നത് തന്നെയായിരുന്നു ഏറ്റവും ആദ്യത്തെ ശ്രമം. ഇന്ന് അതിനുവേണ്ടി വളരെ തിരക്കിട്ട ശ്രമങ്ങൾ തന്നെ നടത്തി. അതുകൊണ്ട് തന്നെയും ഇവിടെ നിന്ന് ഏതാണ്ടതൊരു ഓട്ടപ്പാച്ചിലെന്നെല്ലാം നമ്മൾ പറയില്ല, അതേപോലെ തന്നെയായിരുന്നു ഇവിടുത്തെ ഒരു അന്തരീക്ഷം. അത് കാണേണ്ടത് തന്നെയായിരുന്നു. കാരണം എങ്ങനെയും ഇവിടെ നിന്ന് പുറത്തിറങ്ങി കൊണ്ടുപോവുക, ഈ പരിസരത്ത് നിന്ന് നീക്കുക എന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിനൊപ്പമുള്ളവർ വന്നത്. അത് അവരെ പെട്ടെന്ന് തന്നെ നടപ്പാക്കുകയും ചെയ്തു. കേസ് പരിഗണിക്കും മുമ്പ് തന്നെ ഇവിടെ നിന്ന് മാറിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഹൈക്കോടതിയിലെ നീക്കങ്ങൾ എന്താണ് എന്നതാണ്. ഹൈക്കോടതിയിൽ ഏതെങ്കിലും രീതിയിൽ ഇത്തരം പരാമർശങ്ങൾ വരികയാണെങ്കിൽ, അതായത് ജാമ്യം അനുവദിക്കപ്പെട്ട ഒരു പ്രതിയാണ്, അതുകൊണ്ട് മറ്റു തടസ്സങ്ങളില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി നടത്തുന്ന നിരീക്ഷണങ്ങൾ അത് ഈ കേസിനെ എങ്ങനെ ബാധിക്കും എന്നതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോടതി പറഞ്ഞ കാര്യങ്ങളുണ്ട്. കാരണം ഈ പരാമർശങ്ങൾ, ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ ഗുരുതരമായ പിഴവുകളുണ്ട്, കേസ് നിലനിൽക്കുന്ന തന്നെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയും ചെയ്തു. പിന്നെ വകുപ്പുകൾ സംബന്ധിയായ കാര്യങ്ങളിലാണ് ഈ കോടതി ജാമ്യം അനുവദിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോയത്. ജാമ്യം അനുവദിക്കുന്നു എന്ന് കരുതി കേസ് ഗുരുതര സ്വഭാവത്തിൽ ഇല്ല എന്ന് അർത്ഥമാക്കുന്നില്ല എന്നതെല്ലാം തന്നെ പറഞ്ഞു. അങ്ങനെ പരാമർശങ്ങൾ വലിയ രീതിയിൽ അദ്ദേഹത്തിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെയാണ് ജയിലിനകത്ത് തുടരാമെന്നൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം തന്നെ നീങ്ങുകയും ചെയ്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി ഇന്ന് നടത്തുന്ന നിരീക്ഷണങ്ങൾ എന്താണ് എന്നതാണ് ഇനി കോടതിയിൽ നിന്നും അറിയേണ്ടത്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. എങ്ങോട്ടാണെന്നത് വ്യക്തമല്ല. ഏതായാലും മാധ്യമങ്ങളുമായി വരും മണിക്കൂറിലുടൻ തന്നെ സംസാരിക്കാനുള്ള ഒരു സാധ്യത കുറവ് തന്നെയാണ് കാണുന്നത്.